ചെറുപ്രായത്തിൽ എന്ത് മഹാപാപം ഈ കൊച്ചു ചെയ്തേക്കണേ. ഇത് എത്രാമത്തെ പ്രദർശന? ആരെങ്കിലും ഒന്ന് സഹായിക്കുക കുട്ടിയെ. ശ്രീകല, ശ്രീകല, എന്താ ഇത്? നീ എന്തായി കാണിക്കുന്നേ? എന്താ ശ്രീകല ഇത്? എങ്ങനെ അച്ഛനെ ബോധ്യപ്പെടുന്ന സ്ത്രീയാവുന്നേന്ന് എനിക്കറിയില്ല അച്ഛായ, എനിക്കറിയില്ല. മലയക്കുന്നിലെന്ന നരകത്തിലേക്കല്ല, ശ്രീകലയുടെ കൈയും പിടിച്ച് ഞാൻ ആദ്യം വരേണ്ടത് ഇതുപോലൊരു യാത്രയ്ക്കായിരുന്നു. ഹണിമൂൺ എന്നത് ഒരു ക്ലീഷയായ സങ്കല്പമായി എനിക്ക് തോന്നിയിരുന്നുള്ളൂ. അല്ല, അതുവരെ തീർത്തും അപരിചിതരായ രണ്ട് വ്യക്തികൾ പരിചയപ്പെടുന്നത് പിന്നെ എങ്ങനെയല്ലേ? ഇതാണ് ശരിക്കും ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ തുടക്കം. ആനിയും രാജോളിനൊക്കെ പറഞ്ഞു പറ്റിക്കായിരുന്നു. ശ്രീകല വളരെ ഇന്റലിജന്റായ, വളരെ പക്വതയുള്ള പെൺകുട്ടിയാണെന്നൊക്കെ. നീ ഒരു വിഡ്ഢിയ, എന്നെ പോലെ തന്നെ അല്ലേ? നല്ല ധൈര്യമുണ്ടെന്നും ചങ്കൂറ്റമുള്ള ആളാണെന്നൊക്കെ വെറുതെ മനസ്സിലങ്ങ് ധരിക്കുക. എന്തും കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും അതിന് റിയാക്ട് ചെയ്യുക, എന്നിട്ട് ചെന്നിരുന്ന് കരയുക, അല്ലെങ്കിൽ ഒരു ശയനപ്രദർശനം നടത്തുക. നമ്മൾ തമ്മിൽ ചേരും. ഞാൻ ശയനപ്രദർശനം നടത്തിയിട്ടില്ല കേട്ടോ. എനിക്ക് ബോധ്യപ്പെടുന്ന പെണ്ണാവുക നീയെന്ന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിനക്ക് ബോധ്യപ്പെടുന്നൊരു പുരുഷനാവണം ഞാൻ. അത് ഞാൻ ഓർത്തില്ല. അപ്പനോടുള്ള വാശി തീർക്കാൻ, അല്ലെങ്കിൽ രാജോളിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിച്ചു. നീയും അങ്ങനൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയതാ. പക്ഷേ വിവാഹം എന്ന് പറയുമ്പോൾ ഏത് പെൺകുട്ടിയുടെയും മനസ്സിലൊരു സ്വപ്നം ഉണ്ടാവും. വിവാഹം കഴിഞ്ഞാൽ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവും ഏതൊരാൾക്കും. അതുപോലും ഓർത്തില്ല ഞാൻ. പറഞ്ഞല്ലോ, ഒരു മണ്ടനാ ഞാൻ. സ്നേഹത്തോടെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല നിന്നെ ഞാൻ. പിന്നെ എന്ത് ഭർത്താവാ അല്ലേ? എന്നിട്ട് പറയുവാ നിന്നോട് എനിക്ക് ബോധ്യപ്പെടുന്ന ഭാര്യയാവാൻ. ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണിന് വെറുപ്പ് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും? സത്യം പറ. ജീവിതത്തിൽ ഒരിക്കലും കരയാതിരിക്കാൻ വിളിച്ചുകൊണ്ടുവന്ന പെണ്ണിന്റെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടില്ല ഞാനിതുവരെ.
നമ്മുടെ രജിസ്റ്റർ മാരേജ് എന്ന മഹാസംഭവം നടന്നതെന്നാണെന്ന് ഇച്ചായൻ ഓർമ്മയുണ്ടോ? 41 രാവുകൾ പാഴാക്കിയതിന്, ആദ്യ രാത്രി എന്ന ഏതൊരു നവവധുവിൻ്റെയും സ്വപ്നങ്ങൾ 41 വട്ടം നിരാശപ്പെടുത്തിയതിന്, குட் மார்னிங் சார். ഗുഡ് മോർണിംഗ്. எப்படி இருக்கு இந்த இடம்? ரொம்ப പ്രമാദമായിരിക്ക്, അങ്ങനെയല്ലേ പറയാ? எத்தனை நாள் சார் இங்க? അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ஓ சார், ஃபிஷ் ப்ரான்ஸ் ஏதாவது? ആ നോക്ക്. ஆ அதுக்கு മനസ്സിലായി. ശ്രീകല, വണ്ടിന്ന് പേഴ്സും എടുത്തേ. ഹലോ. ആ ആ പറഞ്ഞോളൂ. ഓ അതിനെന്താ, സോറി, ഇപ്പൊ ഞാൻ നാട്ടിലില്ല. ശ്രീകല, 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 എന്തു പറ്റി? വാ, എഴുന്നേക്ക്. എന്താ, എന്തു പറഞ്ഞു? ഡോക്ടർ ഇല്ല. നഴ്സ് തമിഴിൽ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല. ശ്രീകല, ശ്രീകല, എന്തു പറ്റി? ഒന്നുമില്ല ചായ. നീ കഴിച്ച പോലും വയറ്റി പിടിക്കാതെ. ഒന്നുമില്ല, ക്ലൈമറ്റ് മാറിയതാവും. ഇല്ല ചായ, കുഴപ്പമില്ല. നീ വാ. ശ്രീകല ഇരിക്കേ. ഇച്ചായ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇവിടെ നമുക്ക് ഇരിക്കേ. പോവാം. ഇരിക്കേ, ഞാനേ പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ. ഉം. ആ. எக்ஸ்கியூஸ் மீ சிஸ்டர், டாக்டர் 9 o'clock வரும். இங்கே ஏதாவது பெரிய ஹாஸ்பிட்டல் இருக்கா? எதுக்கு சார் பெரிய ஹாஸ்பிட்டல்? கவலைப்படுறதுக்கு ஒன்றும் இல்லை. யூரின் டெஸ்ட் பண்ணியிருக்கு, ரிசல்ட் பாசிட்டிவ். உங்க வைஃப் பிரெக்னன்ட் சார், 3 weeks. എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നത്. അവിടെ കുപ്പുസ്വാമി ഫിഷ് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും അല്ലേ? എന്തായാലും എനിക്കൊന്നും വേണ്ട. ഈ ഇച്ചാന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും മനുഷ്യ. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ ഇച്ചാന്റെ ഒരു കാര്യം. ഇരിക്കൂ. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയാ വന്നത്. യെസ്. ഞാൻ ആനിയുടെ ബ്രദറാ, മലയക്കുന്നേലെ. ഓ യെസ് യെസ്.
ആനിയുടെ ആദ്യ പ്രഗ്നൻസി അബോട്ടായതാ. ബാക്കി സിറ്റുവേഷൻസ് ഒക്കെ ഐ നോ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്താൻ ഡോക്ടറെ അടുത്താ വന്നത്. അതെ. ആരാണ് ആനിയുടെ ഡോണർ? സോറി, സ്പെയിൻ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ബീജമാണ് സാധാരണ ഇൻസിമുലേറ്റ് ചെയ്യുന്നത്. അത് ആരുടേതാണെന്ന് വെളിപ്പെടുത്താൻ നിർവാഹമില്ലല്ലോ മിസ്റ്റർ. അത് ഞങ്ങളുടെ എത്തിക്സിന് വിപരീതമാണ്. ആനി പോലും അതറിയാൻ പാടില്ല. ഒരു പേര് ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്താലോ? ഈസ് ഇറ്റ് മിസ്റ്റർ രാജൻ ജോർജ് IAS? സോറി. ഹലോ, യെസ്, ഡോക്ടർ ഹിയർ. രാജാ. എന്താപ്പാ? രാജാ, നീ താഴോട്ടൊന്ന് ഇറങ്ങി വാ. ആരാപ്പാ വന്നിരിക്കുന്നത്? ഞാനൊരിക്കൽ പറഞ്ഞില്ലേടാ, അപ്പനെ മകനെ മനസ്സിലാവൂ. ഞാൻ ഓരോ പ്രായത്തിലും കാണിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ പ്രായത്തിൽ നീ കാണിക്കുന്നത്. ചെയ്യുന്ന ജോലിയിലോ കുടുംബാന്തരീക്ഷത്തിലോ മാറ്റങ്ങൾ വരും, പക്ഷേ മനസ്സൊന്നായിരിക്കും. ആ ഒരു ഒറ്റ ഉറപ്പിൽ പറയാ, ഇപ്പൊ താഴെ വന്നിരിക്കുന്ന ആളെ കണ്ടാൽ ഏത് പ്രായത്തിലും ആദ്യം നിന്റെ മനസ്സൊന്ന് വിറയ്ക്കും, ശബ്ദം വരെ തൊണ്ടയിൽ കുരുങ്ങിയിരിക്കും. അങ്ങനെ ഒരാളാടാ. ആ, നീ താഴേക്കൊന്ന് വന്ന് നോക്ക്, അപ്പ മനസ്സിലാവും. ആ ദാ നോക്ക് ആരാണെന്ന്. ദേവസി, ആരെ കണ്ടിട്ടാ മച്ചമ്പി നീ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത്? എന്റെ മോനെ കണ്ടിട്ടോ? ഇരിക്കടാ ദേവസി, ഇരിക്കേ. ശരി മച്ചമ്പി. എടി ലിസിയേ, നീ എന്നതാ ഇങ്ങനെ നിൽക്കുന്നത്? അങ്ങോട്ട് ഇരിക്കേ. ആ ആ അല്ലേ വേണ്ട, നീ ചെന്ന് കൊച്ചൗസേപ്പനും രാജനും ഓരോ ചായ ഇട്ടോണ്ട് വാ. അപ്പാ ആ, മിണ്ടാതിരിയടാ. മോള് ചെല്ലേ, ചെല്ലു മോളെ. എടോ മച്ചമ്പി, തന്റെ മോളെയും കൂട്ടി എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞത് എന്തിനാണെന്ന് ഊഹിച്ചായിരുന്നോ താൻ? കണ്ടിട്ട് ഒരുപാട് കാലമായില്ലേ, കാണണമെന്നൊരു പോയി തോന്നി. ഉള്ള കടപ്പാടോ വിറ്റ് പോന്നതല്ലേ. താമരപ്പറമ്പിലോട്ട് വരാൻ മടിയായത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതായിരിക്കും. ആ പിന്നെ രൂഹം ഇവൻ താമരപ്പറമ്പ് ഷാപ്പിലെ പനം കള്ളു ഒരു തടം. അത് ഈസ്റ്ററിനും പെരുന്നാളിനും അല്ലേ പതിവുള്ളൂ. ആ, അത് കരുതിയിട്ടുണ്ടല്ലോ. കളക്ടർ ബംഗ്ലാവിലേക്ക് കൊണ്ടുവരാൻ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നേ, അതല്ലേ ഈ സഞ്ചി കരുതിയത്. അത് കൊള്ളാം, ഞാനൊന്ന് നോക്കട്ടെ. ആ, ഇവൻ കൊള്ളാം. ആ, ഞാൻ വരാൻ പറഞ്ഞത് ഇതിനൊന്നുമല്ല. പിന്നെ എന്തിനാടാ മച്ചാമ്പി പറ. എന്റെ മകൻ രാജന് നിന്റെ മോളെന്ന് നമ്മൾ തീരുമാനിച്ചതാ. ഇവൾക്ക് 5-10 വയസ്സുള്ളപ്പം ഈസ്റ്ററിനും പെരുന്നാളിനും ഒരു കവിള് കള്ളും കുടിച്ച് നമ്മൾ പറയുന്നത് കേട്ട് തന്നെയായിരിക്കും പിള്ളേരും പതിയെ മോഹിച്ചു തുടങ്ങിയത്. പിന്നീട് പരിഹാസത്തിൽ വേവിച്ചെടുത്തതാണെങ്കിലും 3 നേരം എന്റെ പിള്ളേർക്ക് തിന്നാനുള്ള വക കൊടുത്ത വകയില് മലയിക്കുന്നിക്കാരുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോ നീ പറഞ്ഞു, മഹാഭാഗ്യമാ മച്ചമ്പി അത് നടത്തുന്നു. പിള്ളേരുടെ പ്രേമമൊക്കെ കുറച്ച് കഴിയുമ്പോ മാറിക്കൊള്ളൂ. ശരിയാ, എന്റെ മകൻ മറന്നു. പക്ഷേ ലിസി, 10-14 വർഷം കഴിഞ്ഞിട്ടും അവളത് മറന്നില്ലല്ലോടാ മച്ചമ്പി. ഇടയ്ക്ക് ചോദിക്കുമ്പോ നീ പറയാറുണ്ട് അവൾക്ക് വിവാഹം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന്. പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്ത് അതിന്റെ പക കൊണ്ട് ജീവിക്കുന്നത് അവൾക്ക് താല്പര്യമെന്ന്. പിന്നെ എന്നതാ,
വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ അടിമയാകും, അവൾക്കത് പറ്റില്ലെന്ന്. ഒക്കെ ഞൊട്ട് ന്യായങ്ങളായിരുന്നില്ലേടാ മച്ചമ്പി. എടോ മച്ചമ്പി, ഇവർക്ക് വേണ്ടി ഇപ്പോ ഒരവസരം കർത്താവ് കൊണ്ടുവന്ന് തന്നതായിരിക്കുമെടോ. അന്ന് വിളക്കി ചേർക്കാൻ പറ്റാതെ പോയത് ഇപ്പൊ അങ്ങ് വിളക്കി ചേർത്താലോ? ഇച്ചിരി വൈകിട്ടാണെങ്കിലും അവരൊന്നിച്ച് ജീവിക്കട്ടടോ. ആ മച്ചമ്പി, ഞാൻ എന്നതാടോ ഈ കേക്കുന്നേ? ആ ആദ്യം അങ്ങോട്ട് കൊടുക്കും മോളെ. ചെല്ലേ ചെല്ലു മോളെ. അപ്പോ ഇത് മച്ചമ്പിയുടെ മാത്രം തീരുമാനമല്ലേ? എന്നാര് പറഞ്ഞോ രാജാ?